എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തതിന്റെ കിഴിയിലേക്ക് പോവാം. യെസ്, പറയൂ. എന്താടാ മത്സരം പറയൂ. പറഞ്ഞോ. ഞാൻ അറിയണ്ടേ? ഏറ്റവും കൂടുതൽ പറ. ഇത് ബെസ്റ്റിയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ബെസ്റ്റ് നിർത്തി. ഇതിപ്പോ OTT എന്തെങ്കിലും ഉണ്ടോ? അല്ലല്ലോ. OTT നോക്കണ്ടേ? ഏതൊരു നടന്മാരെയോ എത്രയോ നടന്മാരുണ്ടോ? മമ്മൂട്ടി. ഓക്കെ, എന്നാ പിന്നെ മമ്മൂക്കയില് പിടിക്കാം. ഓക്കെ, മമ്മൂട്ടിയുടെ കിഴികളെ ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ടൈല്, ഹെഡ്, ടോസ് കിട്ടിയതിന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു എന്താണ് മലക്കെ തുറന്നിട്ടേക്കാണോ? ഞാനല്ല, നീയല്ല കെട്ടിയിടുന്ന ആള്. ഞാനാണോ? ആരെ? കയറല്ലാതെ കെട്ടിയിടുന്ന ആളാ. എന്നിട്ടാണ് അവന് ഫസ്റ്റ് വൺ അനിഫാദേനി ചിത്രം. ആള് മാർക്കോയ്ക്ക് ശേഷം ഇവിടെ നിന്ന് നിൽക്കാനുള്ള പ്ലാൻ അല്ല, അങ്ങ് ബോളിവുഡിലാണ് ഇനി കളി. ഓക്കെ, അതും കരൺ ജോഹറിന്റെ കൂടെ. സാധാരണ അല്ലേ? ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. എന്താടാ? ഒന്നുകൂടി റിപ്പീറ്റ് അടിക്കാം. ഓക്കെ, റിപ്പീറ്റ് അടിച്ചാൽ ശരിയാവില്ല, വേറെ രീതി പറയാം. ഓക്കെ, നമ്മുടെ അനിഫാദേനി മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം ബോളിവുഡിലേക്ക് പോകുന്നു. അവിടെയാണ് ഈ സിനിമ ചെയ്യുന്നത്. നമ്മുടെ കരൺ ജോഹറാണ് ഈ സിനിമ നിർമ്മിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. പക്ക ഒരു ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും സിനിമ. ശരിക്കും പാൻ ഇന്ത്യൻ റീച്ച് ആയത് ഉണ്ണിമൂന്നിനേക്കാളും അനിഫാദേനിയാണല്ലോ. ഫസ്റ്റ് പെട്ടെന്ന് തന്നെ ഒരു സിനിമയായി. അവിടെ നല്ല സ്കോപ്പാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്, നല്ല സാധനം. ഇതേപോലത്തെ സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അടുത്തത് ഗുഡ് ബാഡ് അഗ്ലി. സിനിമയുടെ ടീസർ വരുന്നു 28-ാം തീയതി, അതായത് നാളെ. ഇതിന്റെ ഡ്യൂറേഷൻ വന്നിട്ടുണ്ട് 1 മിനിറ്റ് 33 സെക്കൻഡ്. നാളെ ഒരു പൊളിക്കാം. ഇതില് ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, നമ്മുടെ മണി ഹെസ്റ്റിലെ ബിൽഡിംഗ് ആണ്. ഓക്കെ, അടുത്തത് മൂക്കുത്തി അമ്മൻ 2. നാൻസാര നമ്മുടെ സുന്ദർ സി സംവിധാനം ചെയ്യുന്ന സിനിമ. സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു March 15-ന്. ഓക്കെ, ഇതിന്റെ പൂജ നടക്കുന്നത് March 6-നായിരിക്കും. ഓക്കെ, പ്രശാന്ത് സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. മൂക്കുത്തി അമ്മ 100 കോടി ബഡ്ജറ്റിലൊക്കെയാണ് കേൾക്കുന്നത്. ലേഡി സൂപ്പർ സ്റ്റാർ അല്ലടാ, അതുകൊണ്ടായിരിക്കും. അടുത്തത് എടുക്കാറില്ല അല്ലേ? തിരിച്ചെടുക്കാറുണ്ടോ? ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ നായികയായിട്ട് മാത്രം നായിക പ്രാധാന്യമുള്ള സിനിമ ഇത്രയും കളക്ട് ചെയ്തതുണ്ടോ? അവാർഡും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റേ ഇതിന്. എന്താ എന്ത് ഗോഖിലയായിരുന്നു അതിന്, അങ്ങനത്തെ ആ സിനിമയ്ക്കൊക്കെ അത് നല്ല ഹിറ്റ്. പക്ഷെ എന്നാലും 100 കോടിയിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. ഇല്ല, 100 കോടി എത്തിയില്ല. പക്ഷെ അന്നത്തെ ഒരു റേഞ്ച് വെച്ചിട്ട് അത് നല്ല ഹിറ്റ്, നല്ല വിജയമാണ്. അടുത്തത് റെട്രോ സിനിമയുടെ അടുത്ത സെക്കൻഡ് സിംഗിൾ വരാൻ പോകുന്നുണ്ട്. അത് നമ്മുടെ ശ്രേയാ ശരൺ ചെയ്ത ഐറ്റം സോങ് ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും മാർച്ചിലുണ്ട് കേട്ടോ. പൊളിക്കൂട്ടത്, അതിന് കാത്തിരിക്കുകയാണ്. കാർത്തിക് സുബ്രാജാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ സൂര്യയുടെ തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സിനിമയിലൂടെയാണ്. ഓക്കെ, അടുത്ത കിഴി. May 1-നാണ് സിനിമ റിലീസിനെത്തുന്നത്. അടുത്ത കിഴി ലക്കി ഭാസ്കർ. ലക്കി ഭാസ്കർ ഒരു ലക്കി മാൻ തന്നെയാണ് കേട്ടോ. 13 ആഴ്ചയായിട്ട് ട്രെൻഡിങ് വന്നില്ലേ നെറ്റ്ഫ്ലിക്സിൽ. അതൊരു സൗത്ത് ഇന്ത്യൻ ഫിലിം ആദ്യമായിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റെക്കോർഡാണ്, ഭയങ്കര തന്നെ കേട്ടോ. വെങ്കി അട്ലൂരി ഒരു കിടുകിണ്ണ സാധനമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിനുള്ള അത് ഡിസർവ് ചെയ്യുന്ന ഇത് തന്നെയാണ് കേട്ടോ അത്. പിന്നെ തീർച്ചയായിട്ടും. അടുത്തത് തിയേറ്ററിലും വിജയം, OTT-ലും വിജയം, അതും വമ്പൻ വിജയം, ഗംഭീര വിജയം. അതെ. അടുത്തത് പത്താൻ 2. ഓക്കെ, സിനിമയുടെ സ്ക്രിപ്റ്റ് ലോക്കായിട്ടുണ്ട്. 2026 സിനിമ തുടങ്ങും എന്നാണ് കേൾക്കുന്നത്. ആദിത്യ ചോപ്ര തന്നെയായിരിക്കും സിനിമ നിർമ്മിക്കുന്നത്. പുതിയ ഡയറക്ടറെ കൊണ്ടിരുന്നു, സിദ്ധാർത്ഥാനന്ദിന് പകരം കേട്ടോ. സിദ്ധാർത്ഥാനന്ദായിരുന്നു ആദ്യം പത്താൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് പകരം പുതിയ ഡയറക്ടറെ കൊണ്ടുവരും. ഓക്കെ, അടുത്ത കിഴി കൂലി സിനിമയിൽ ഒരു ഐറ്റം സോങ് ഉണ്ട്. അതിൽ നമ്മുടെ പൂജ ഹെഗ്ഡെയാണ്. ആളുടെ ക്യാരക്ടർ റിവീലിംഗ്, അതായത് മുഖം കാണിച്ചിട്ടുണ്ട്. ആളുടെ ലുക്ക് വന്നിരിക്കുന്നു. ഇന്നലെ പോസ്റ്ററിന് അതെ, മുഖം കാണിച്ചിട്ടില്ല, നേരെ നിൽക്കുന്നു. അതെ, അത്രേ ഉള്ളൂ. സൂപ്പർ, എന്തൊരു കിഡ് ലുക്കില്ലേ. ആ ഒരു കോസ്റ്റ്യൂമേ റെഡ് നല്ല രസമുണ്ട്. ഈയിടെയായിട്ട് നീ അത് കുറച്ച് കൂടുതൽ കോസ്റ്റ്യൂം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ആളെ ഞങ്ങൾ പിന്തള്ളി. അതായത് പൂജ ഹെഗ്ഡെക്ക് ഉള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എല്ലാവർക്കും അറിഞ്ഞൂടാ. എല്ലാവർക്കും അറിയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ആൾക്ക് പ്രത്യേക ഫാൻ ബേസ് ഒരു കാര്യത്തിനുണ്ട്. അതിന് ഞങ്ങൾ മറികടന്നു.
ഏതാ മനസ്സിലായോ? ഓ അതായത് മനസ്സിലായി. ഡ്രാഗൺ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്ത, അതായത് 2 നായികമാരിൽ ഒരു നായിക, കയാതു ലോഹർ. ആളുടെ മുകളിൽ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്. ഇന്നലെ മുതല് അവിടെയാണ് ഇപ്പം. അതിൽ നിന്ന് മനസ്സും കൊണ്ട് പോന്നിട്ടില്ല ആള്. കയാതു ലോഹർ ഒരു രക്ഷയില്ല. അടുത്ത ബിഗ് തിങ് ആണ് ആള്. സൗത്ത് ഇന്ത്യയില് ആള് തകർക്കാനുള്ളതാണ്. മാസ്ക്. അതായത് കവിൻ നായകനാവുന്ന സിനിമയാണ്. വികർണൻ അശോകാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റും ആള് തന്നെയാണ്, സ്റ്റോറിയും ആള് തന്നെയാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ആൻഡ്രിയ ജെർമിയ പ്രധാന വേഷത്തിലെത്തുന്നു കവിന്റെ കൂടെ. പോസ്റ്റേഴ്സ് ആൻഡ്രിയ ഭയങ്കര സിനിമ ഇല്ലല്ലോ ഇപ്പൊ. സിനിമ വളരെ കുറവാണ് സിനിമ. അത് സിനിമ കുറയുമ്പോ സെലക്റ്റീവ് ആവുന്നത്. സത്യം അങ്ങനെയാണല്ലോ. അതങ്ങനെയാണ്, പല ആൾക്കാരും അങ്ങനെയാണ്. എന്തായാലും ഇത് കിഡിലും ക്യാരക്ടറാണെന്ന് തോന്നുന്നു. രണ്ടുപേരും കട്ടയാണ്. അതെ, ഫേസ് ടു ഫേസ് പരിപാടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത കിഴി കളം കാവൽ. വിനായകൻ നായകനാവുന്ന സിനിമ കളം കാവൽ സിനിമ റിലീസിന് പ്ലാൻ ചെയ്യുന്നത് മെയ്യിലേക്കാണ്. മെയ്. ഇത് നമ്മളൊരു ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് ന്യൂസായി തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. വൺസ് അപ്പോൺ എ ടൈം there was a കള്ളൻ. എന്താണെങ്കിലും കള്ളനാണ്. പറയാൻ പറ്റുള്ളൂ ഏത് സമയത്ത് വരുന്നതെന്ന്. ഏത് സമയത്ത് എവിടെ ഉണ്ടായേക്കാം കള്ളനായതുകൊണ്ട്. എന്താണെങ്കിലും അനൗൺസ്മെന്റ് പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. ശ്രീനാഥ് ബാസി, ടിനി ടോം, കോട്ടയം നസീർ, സുധീഷ് ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഫാസിൽ മുഹമ്മദ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. കൊള്ളാം. എന്തായാലും ഫസ്റ്റ് ലുക്ക് ഒക്കെ വരട്ടെ. ഇത് ശരിക്കും ടൈറ്റിൽ ലുക്ക് ആയിട്ടല്ലേ ഇത് അനൗൺസ്മെന്റ്. അതെ, മുഖമൊന്നും കാണിച്ചില്ലല്ലോ, ആരാ എന്താന്ന് പോലും അറിയില്ല. അല്ലെങ്കിലും കള്ളന്മാരങ്ങനെയാണ്, മുഖം കാണിക്കൂല. എന്റെ ഫസ്റ്റ് ലുക്ക് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. എന്നിട്ട് വേണ്ട എന്നെ പൊക്കാന്ന്. അതെ. ഓക്കെ, അടുത്ത കിഴി പെണ്ണ് കേസ് ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഈ പോക്കാണെങ്കിൽ അടുത്ത് തന്നെ ഉണ്ടാവും. പെണ്ണ് കേസ് സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നിഖില വിമൽ പ്രധാന വേഷം ചെയ്യുന്ന സിനിമയാണ് കേട്ടോ. നിഖില വിമലും അജു വർഗീസൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമ മൈസൂർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങിയിരിക്കുന്നത്. ഗെറ്റ് സെറ്റ് ബേബി കണ്ടു കഴിഞ്ഞപ്പോൾ നിഖില വിമലിനോട് ഭയങ്കര ക്രഷ്, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞപ്പോൾ ഇത് ഡ്രാഗൺ കണ്ടു കഴിഞ്ഞപ്പോൾ അതെടുത്തിട്ട് നേരെ ഇപ്പുറത്ത് പെണ്ണ് കേസ് ഉറപ്പായിട്ടും വരും, നീ സൂക്ഷിച്ചോ. എൻ്റെ മുത്തുകളാണ് അവരിപ്പോൾ. നിഖിലനോട് ഇത്രയും താല്പര്യം, നിഖിലിനോട് ഇത്രയും ഇഷ്ടം തോന്നുന്നത് ഇതിനു മുമ്പ് തോന്നിയില്ല. ഇപ്പോൾ മറ്റൊരാൾ ലിസ്റ്റിൻ്റെ എണ്ണം കൂടട്ടെ. അതാണ് കൂടട്ടെ, അപ്പോഴാണ് കേസിൻ്റെ എണ്ണം കൂടുള്ളൂ. അടുത്ത് ധ്രുവ നക്ഷത്രം. സിനിമ മെയ് 1 റിലീസിന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാട്ടോ ഇപ്പൊ കേൾക്കുന്നത്. വരും. ഇതിനെ കുറിച്ച് എന്താ പറയുക, കൂടുതലൊന്നും പറയാനില്ല. പറയാനുണ്ട്. ഗൗതം മേനോൻ സംവിധാനം ചെയ്ത സിനിമയാണ്, വിക്രമാണ് നായകനായിട്ട് വന്നിട്ടുള്ളത്. ഈ സിനിമ എന്ന് വരും എന്നുള്ളത് നമുക്കൊരു പിടുത്തമല്ല. ഇതിന്റെ പ്ലാനിങ് എന്നും നടക്കുന്നുണ്ട്. എല്ലാ വർഷവും മെയ് 1 അതാണ് പിന്നെ ഇതിനകത്ത് ആകെയുള്ള ഒരു ആശ്വാസം. ഒരെണ്ണത്തിന് മുന്നേ നിൽക്കുക കളങ്കാവലും എടുത്തിട്ട്. അടുത്ത കിഴി എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. എമ്പുരാൻ സിനിമയിലെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒരുപാട് വലിയ ചോദ്യങ്ങളാണ്. സോഷ്യൽ മീഡിയ പലരുടെ പേരും പറയുന്നുണ്ട്. കൊറിയൻ താരങ്ങളുടെ പേര് എടുത്തു പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ മുരളി ഗോപിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞ മറുപടി അതാണ് നമ്മുടെ ഈ കിഴി. ഓക്കെ കേൾക്കാം. കാണാനാണോ? എന്നാ കാണാം. കാണും ചെയ്യാം, കേൾക്കും ചെയ്യാം. എവിടെ അപ്പൊ കൊറിയൻ ആക്ടേഴ്സ് സിനിമയിൽ ഉണ്ടെന്നുള്ള തരത്തില് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ വന്നിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും സസ്പെൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? സസ്പെൻസ് എക്സ്പെക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ സസ്പെൻസ് എക്സ്പെക്ട് ചെയ്യും ആൾക്കാർ. അപ്പൊ ആ എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ്പെക്ടേഷൻ അനുസരിച്ച് വന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാവും. അതുകൊണ്ട് സസ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വ്യൂയിങ് എക്സ്പീരിയൻസിന് പ്രിയംപ്റ്റ് ചെയ്യാനേ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് വ്യൂയിങ് എക്സ്പീരിയൻസിന് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു തരത്തിലും ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളോടൊക്കെ പറഞ്ഞത്, അല്ലാണ്ട് ഇപ്പൊ അത് കേട്ടിട്ട് സമാധാനം കിട്ടിയില്ലേ? സമാധാനം പോയല്ലോ. വ്യൂവിങ് എക്സ്പീരിയൻസ് കളഞ്ഞപ്പോൾ നിനക്ക് സമാധാനം കിട്ടില്ല. ഇത്രയും കാലമായിട്ടും കുറെ അല്ലേ
കൊറിയൻ താരം ഇല്ല എന്നല്ല ആള് പറയുന്നത്, ഉണ്ട്. പക്ഷേ ആരാ നിങ്ങൾ എന്താണെന്ന് പറയാ. പ്രതീക്ഷിക്കുന്നത് കിട്ടില്ല എന്ന് പറയുമ്പോൾ ഡോൺലി അല്ല, വേറെ ആളുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം. പിന്നെ തീർച്ചയായിട്ടും ഡീകോഡിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവുന്നത് അവിടെയാണല്ലേ. അടുത്തത് പോയി. അതിപ്പോ ഡീകോഡിങ് ചെയ്തില്ലെങ്കിലും അവിടെ തന്നെ എത്തുള്ളൂ. അത് വിട്, അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. അടുത്തത് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് സിനിമയുടെ OTT റിലീസ് മാർച്ചിലുണ്ടാവും കേട്ടോ. ഡേറ്റ് വന്നിട്ടില്ല, എന്താണെങ്കിലും മാർച്ചിൽ റിലീസിനെത്തും. ഓക്കേ. നമ്മളെ എന്താടാ ഒന്നായില്ലേ, കണക്കൊന്നും ശരിയല്ല. കണക്ക് നീ ശരിയാക്കാൻ ശ്രമിക്കണ്ട, ആ ശ്രമം നിനക്ക് ദോഷം ചെയ്യും. നിനക്കല്ല, നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നു വ്യൂവേഴ്സിന്. ഓക്കെ, അടുത്ത കിഴി കുബേര സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്, പോസ്റ്റർ. ഓക്കെ, ജൂൺ 20 സിനിമ റിലീസിനെത്തുന്നതാണ്. പുതിയ പോസ്റ്റർ എങ്ങനെയുണ്ട് അളിയ? കൊള്ളാം. ശേഖർ കമുല സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നാഗാർജുനയും ധനുഷുമാണ് പ്രധാന വേഷം. ലക്ഷ്മി ഗമന്താന പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഗംഭീരമാട്ടെ. ജൂൺ 20 കേട്ടോ. ജൂൺ 20. അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.